ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മൾ കർക്കിടക മാസത്തിലൂടെയാണ് കടന്നു പോകുന്നത്. അപ്പോൾ നമുക്കറിയാം, കർക്കിടകത്തിൽ നമ്മൾ നമ്മുടെ ആരോഗ്യത്തിനൊക്കെ ഒരുപാട് സംരക്ഷണം കൊടുക്കുന്ന ഒരു മാസമാണ്. അതിലേറ്റവും പ്രധാനപ്പെട്ടതാണ് 10 ഇല കൊണ്ടുള്ള കറി അല്ലെങ്കിൽ തോരൻ. നമ്മളെല്ലാ വീടുകളിലും ചെയ്യുന്നതാണ്. അപ്പോൾ ഞാൻ ഇന്ന് അതാണ് നിങ്ങളെ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ ഇതിന് വേണ്ടി എടുത്തിരിക്കുന്ന 10 ഇലകൾ എന്തൊക്കെയാണ് ഞാൻ പരിചയപ്പെടുത്താം. ഈ കാണിക്കുന്നത് പയറിൻ്റെ ഇലയാണ്, ഇളം ഇലകളാണ് എടുത്തിരിക്കുന്നത്. അതുപോലെ ഇത് ചേനയുടെ ഇലയാണ്. അതുപോലെ ഇത് നമ്മുടെ പച്ചച്ചീര, എല്ലാവർക്കും അറിയുന്നത്. ഇത് വേലിച്ചീര എന്ന് പറയും. ഇതിൻ്റെ മറ്റൊരു പേര് എനിക്കറിയില്ല. ഇത് നമ്മുടെ ചേമ്പിൻ്റെ ഇല. അതുപോലെ ഇത് ഷുഗർ ഫ്രീ ചീര എന്ന് പറയും. ഇത് നമ്മുടെ ചൊറിയണം. ഈ കാണിക്കുന്നത് കുമ്പളത്തിൻ്റെ ഇലയാണ്. അതുപോലെ ഇത് നമ്മുടെ പരിപ്പ് ചീര എന്ന് പറയും. ഇത് നമ്മുടെ കോവലിൻ്റെ ഇല. അപ്പോൾ ഇത്ര ഇലകളാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഈ ഇല തന്നെ എടുക്കണം എന്ന് ഒരു നിർബന്ധവുമില്ല. നമ്മുടെ തൊടിയിലും പറമ്പിലും ഒക്കെ നമുക്ക് ലഭിക്കുന്ന ഭക്ഷ്യയോഗ്യമായ ഏത് ഇല വേണമെങ്കിലും നമുക്ക് എടുക്കാം. അപ്പോൾ അത് 10 തരം അല്ലെങ്കിൽ 10 എണ്ണമാണ് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ അതിന് ആവശ്യാനുസരണം നമുക്ക് എടുക്കാം. ഒരു തോരന് ആവശ്യമായിട്ടുള്ള അളവിൽ നമുക്ക് എടുക്കാം. ഇതിപ്പോൾ ഞാൻ എല്ലാത്തിൻ്റെയും ഇളം ഇലകളാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ശ്രദ്ധിക്കേണ്ടത്, വളരെ വൃത്തിയായി കഴുകി വേണം എടുക്കാൻ. കാരണം കർക്കിടക മാസത്തിൽ നമുക്ക് എന്തെങ്കിലും ഒരു വിഷാംശം ഉള്ളിൽ ചെന്നാൽ നമ്മൾ ഒരുപാട് നെഗറ്റീവായിട്ട് ബാധിക്കും. അപ്പോൾ എന്തെങ്കിലും ചെലന്തിയോ അല്ലെങ്കിൽ അങ്ങനെ ചെറിയ ജീവികളൊക്കെ ഈ ഇലകളിൽ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ വളരെ വൃത്തിയായി കഴുകി എടുക്കണം. ഇപ്പോൾ ചൊറിയണം കാണിക്കുമ്പോൾ എല്ലാവർക്കും ഒരു ഡൗട്ട് ഉണ്ടാകും, അത് ചൊറിയുമോ എന്നുള്ളത്. അത് ചൊറിയില്ല. നമ്മൾ നന്നായിട്ട് അതിൻ്റെ അരം 2 സൈഡിലും ഒരു മുള്ളു പോലൊരു സാധനം ഉണ്ടാകും. അത് നന്നായിട്ട് ഉരച്ച് കളയുക. അതിനുശേഷം അല്പസമയം ചൂടുവെള്ളത്തിലിട്ടാൽ അത് ചൊറിയില്ല. അപ്പോൾ ഇത്രയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇതിന് വേണ്ടുന്ന ചേരുവകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഇപ്പോൾ ഞാൻ എടുത്തിരിക്കുന്നത് പച്ചമുളക്, വെളുത്തുള്ളി, ജീരകം, മഞ്ഞൾപ്പൊടി, അതുപോലെ തേങ്ങ. ഇത്രയാണ് ഇതിൻ്റെ മെയിനായിട്ടുള്ള ഇൻഗ്രീഡിയൻസ്. ഇത് നന്നായിട്ടൊന്ന് ചതച്ചെടുക്കണം. അതിനുശേഷം ഞാനൊരു പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയാണ് എടുത്തിരിക്കുന്നത്. വെളിച്ചെണ്ണയിൽ കുറച്ച് ചെറിയുള്ളി ചെറുതായി അരിഞ്ഞതിടുന്നുണ്ട്. അതിൻ്റെ ഒപ്പം കുറച്ച് വറ്റൽമുളകും കൂടെ ഇടുന്നുണ്ട്. എരിവിനനുസരിച്ച് നമുക്ക് ചേർക്കാം. എന്നിട്ട് അത് നന്നായിട്ടൊന്ന് വഴറ്റുക. ഒരു ഏകദേശം ഒന്ന് വഴന്ന് വരുമ്പോഴത്തേക്ക് അതിലേക്ക് നമ്മുടെ അരപ്പിട്ട് കൊടുക്കാം. ഒരുപാട് അരിഞ്ഞു പോകരുത്, ഒന്ന് ചതച്ച് കിട്ടിയാൽ മതി നല്ലപോലെ. എന്നിട്ട് അതും ഒന്ന് പച്ചമണം മാറുമ്പോഴത്തേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇല അതിലേക്കിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. വളരെ ചെറുതായിട്ടാണ് അരിഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു പാകത്തിന് നന്നായിട്ട് അരിയുക. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നമുക്ക് അടച്ചു വെച്ച് വേവിക്കാം. ഇതിൽ വെള്ളം ഒഴിക്കേണ്ട ആവശ്യം വരുന്നില്ല. ഞാനെങ്കിലും ഒരു സ്പൂണോളം വെള്ളം മാത്രമേ ഒഴിച്ചിട്ടുള്ളൂ. അത് നമ്മുടെ പാകത്തിന് നമുക്ക് ഒഴിക്കാം. അപ്പോൾ അതും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി അടച്ചു വെച്ച് നമുക്ക് വേവിക്കാം. കുറച്ച് സമയമാകുമ്പോൾ ഒന്ന് തുറന്ന് നോക്കാം. അത് പെട്ടെന്ന് വേവും, ഇലകളായതുകൊണ്ട്. ഇത്രയേ ഉള്ളൂ, വളരെ എളുപ്പമാണ് പ്രോസസ്സ്. ഇടയ്ക്കൊന്ന് തുറന്ന് നോക്കുക. ഇപ്പോൾ വെന്തിട്ടുണ്ട്. ഇതാണ് നമ്മുടെ തോരൻ. ഉപ്പും എരിവുമൊക്കെ പാകമായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. കർക്കിടക മാസത്തിൽ എല്ലാവരും കഴിക്കുന്നതാണ്. അപ്പം നമ്മുടെ വീട്ടിൽ അവൈലബിൾ ആയിട്ടുള്ള 10 ഇലകൾ കൊണ്ടുള്ള കറികളാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ലൈക്ക് ചെയ്യുക. താങ്ക്